എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. സിപിഎമ്മിനെ തള്ളിപ്പറഞ്ഞ ജിയോ ഫോക്സ് എളവള്ളിയിൽ ത്രിവർണ്ണ പതാക പാറിക്കണമെന്നും ആഹ്വാനം ചെയ്തു. ചൊവ്വാഴ്ച സെക്രട്ടറി തോമസ് ഏലിയാസ് രാജനെ മുൻപാകെയാണ് ജിയോ ഫോക്സ് രാജിക്കത്ത് സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സിപിഎമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ജിയോ ഫോക്സിനെ പുറത്താക്കിയിരുന്നു. അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. ഇതിനെ തുടർന്നാണ് രാജി. സിപിഎം കടുത്ത അവഗണനയാണ് തനിക്ക് നൽകിയതെന്ന് ജിയോ ഫോക്സ് പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ 2020-25 കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുകയാണ് ഒരു കാലഘട്ടം. പക്ഷേ രാഷ്ട്രീയമായും വ്യക്തിപരമായും ചില കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഇതിലുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ 3ാം വാർഡ് മെമ്പർ സ്ഥാനവും എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കുകയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സ്റ്റാഫിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ഭരണസമിതിയുടെ നേട്ടത്തിന് പിന്നിൽ ശക്തമായി നിന്നിട്ടുള്ള സ്റ്റാഫാണ്. അപ്പോൾ അവർ തന്ന എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുക. കോൺഗ്രസ് നിലപാട് ഉള്ളിൽ സൂക്ഷിച്ചതുകൊണ്ടാണ് എളവള്ളിയിൽ വികസനം കൊണ്ടുവരാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഏതെന്ന് നോക്കാതെ തന്റെ അടുത്തുവരുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞുവെന്നത് തന്റെ നേട്ടമായി കാണുന്നുവെന്നും ജിയോ ഫോക്സ് കൂട്ടിച്ചേർത്തു. ഒറ്റക്കെട്ടായി നിന്ന് എളവള്ളിയിൽ ത്രിവർണ്ണ പതാക പാറിക്കണമെന്നും ജിയോ ഫോക്സ് കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. ഇവിടെ നാട്ടിൽ വികസനം വേണമെങ്കിൽ കോൺഗ്രസേ പറ്റൂ. മറ്റുള്ളവർ ഇത്ര കാലം ഭരിച്ചിട്ടും പറ്റിയിട്ടില്ല. ഒരു കോൺഗ്രസ് ബ്ലഡുള്ള ഞങ്ങളോട് വന്നപ്പോഴാണ് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള കാര്യം മാറ്റമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം ഈ നാട്ടിലെ വികസനമാണ്. നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം. അതിന് കോൺഗ്രസ് വന്നേ പറ്റൂ. എവിടെയും ഇനി കോൺഗ്രസിന് സ്ഥാനമാണ്. രാജി നൽകിയ ശേഷം പഞ്ചായത്തിൽ നിന്നിറങ്ങിയ ജിയോ ഫോക്സിനെ കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. AICC അംഗം അനിൽ അക്കര, KPCC സെക്രട്ടറി CC ശ്രീകുമാർ, PK രാജൻ, CJ സ്റ്റാൻലി, മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്വീകരണ യോഗം ചേർന്നു. മുമ്പ് BJPയിൽ നിന്ന് CPMലേക്ക് എത്തിയിരുന്ന മനോജ് വാഴപ്പിലാത്തും ജിയോ ഫോക്സിനൊപ്പം കോൺഗ്രസിൽ ചേർന്നു. ഇന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലൊന്നും എന്റെ കോൺഗ്രസ്സുകാരെ മറന്നിട്ടില്ല. അവർ വന്നു പറയുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യതയോടുകൂടി ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുത്തിട്ടുള്ള ചരിത്രമാണ് എനിക്കുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോഴും ചുറ്റാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ലോണിന് വേണ്ടി വരുമ്പോൾ പോലും ഞാൻ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എളവള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ ഈ 5 വർഷക്കാലമാകുമ്പോൾ ഏതൊക്കെ ഇവിടെ ഇരിക്കുന്ന മുഖങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അത് നീ കോൺഗ്രസ്സുകാരനാണോ അല്ലെങ്കിൽ BJPക്കാരനോ നോക്കാതെ വന്നവന്റെ കാര്യം നടത്തി കൊടുത്തു പോയ ചരിത്രമാണ് ഉള്ളത്. അതിന്റെ ഭാഗമായി ഇന്ന് ജനങ്ങളൊക്കെ നമ്മുടെ കൂടെയാണ്. ആളുകളൊക്കെ വിചാരിക്കും ഇവിടെ ഇപ്പോൾ 2 പേര് കൂട്ടി എന്ത് ചെയ്യാനതൊക്കെ. 2 പേര് പോയില്ലെങ്കിലും ആളുകളൊക്കെ ഇന്ന് നമ്മുടെ കൂടെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ഒറ്റക്കെട്ടായി നമ്മുടെ അനിലിന്റെയും അതുപോലെ തന്നെ CCയുടെയും ഒപ്പം തന്നെ PKയുടെയും ഒക്കെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ഒരു സംശയമില്ല നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഈ 2026 എളവള്ളിയിൽ ത്രിവർണ്ണ പതാക പാറിക്കളിക്കുമെന്ന്